അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിറഞ്ഞ സ്നേഹത്തോടെ എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് എന്ന പേരിൽ സഹോദരൻ മുഹ്സിൻ ഐദിദിൻ്റെ 35 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സംസാരം കേൾക്കാനിടയായി. അതിൽ പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾക്കുള്ള വിശദീകരണമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എനിക്ക് ഒരു നസീഹത്ത് എന്ന നിലക്ക് ഒരു കത്ത് എഴുതാനുണ്ടായ സാഹചര്യം മുഹ്സിൻ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, ചില നിലപാടുകളിൽ മുമ്പേ ഉള്ള വിയോജിപ്പുകളുണ്ട്. അതേപോലെ പെരുന്നാൾ പ്രശ്നം, വീട്ടിൽ വെച്ചുള്ള പെരുന്നാൾ നമസ്കാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കത്തെഴുതാനുള്ള കാരണം എന്നതാണ്. എന്നാൽ ഇത് ശരിയായ നിലക്ക് പുതിയ ഒരു വിഷയമല്ല, നേരത്തെയുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നേരത്തെ തന്നെ ചില വിയോജിപ്പുകളുണ്ട്. അതാണല്ലോ മുമ്പേയുള്ള വിയോജിപ്പുകൾ എന്ന് പറയുന്നത്. എനിക്കയച്ച കത്തിലെ 3-ാമത്തെ പേജിൽ വിസ്ഡവുമായുള്ള വിയോജിപ്പുകൾ പരസ്യമായി പറഞ്ഞ കാലഘട്ടം മുതൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇന്നും ഇന്നലെയൊന്നും ഉണ്ടായതല്ല, പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായതല്ല, മറിച്ച് വിസ്ഡവുമായി പിരിഞ്ഞത് മുതൽ തന്നെ എന്നോട് വിയോജിപ്പുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് പറയുന്നത്, കത്തിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ചിലപ്പോൾ മൗലവിയോട് നേരിട്ടുണർത്തുകയോ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സലാഹിയോട് ഓർമ്മപ്പെടുത്തുകയോ ചെയ്ത കാര്യങ്ങളും എന്നാണ്. എന്നോട് നേരിട്ട് ഓർമ്മപ്പെടുത്തിയ ഒരേ ഒരു കാര്യമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതെന്താണ് എന്ന് ചോദിച്ചാൽ, MSS വെച്ച് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ, MSS പല പരിപാടികൾ നടന്ന MS ഓഡിറ്റോറിയത്തിൽ, അതിൽ ആദ്യകാലത്ത് നടന്ന ഒരു പരിപാടിയിൽ എന്റെ പേരും അതുപോലെ തന്നെ മുഹ്സിന്റെ പേരും സലാഹിയുടെ പേരും നോട്ടീസിലുണ്ടായിരുന്നു. ആ പരിപാടിയിലേക്ക് വരില്ല എന്ന് മുഹ്സിൻ ശാഠ്യം പിടിച്ചു. അതിന് കാരണമായി പറഞ്ഞത്, അവിടെ സംസാരിക്കുമ്പോൾ മുഹ്സിനും അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുത്താൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഹ്സിന്റെ കൂടി നിലപാടാണ് എന്ന് കേൾക്കുന്നവർ ധരിക്കാനിടയുണ്ട് എന്നതാണ്. അപ്പൊ അന്ന് മുതൽക്കേ എന്നിൽ വലിയ തകരാറുകളുണ്ട് എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ സലാഹി എന്നോട് മുഹ്സിനുമായി സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ സംസാരിച്ചതിൽ നിന്ന് എന്താണ് വിഷയം എന്ന് എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്, അന്ന് മുതൽക്കേ ഈ ഹജൂരി പ്രശ്നമുണ്ട്. അപ്പൊ സംസാരത്തിൽ യഹിയൽ ഹജൂരിയെ വിമർശിച്ച് സംസാരിക്കരുത്, അല്ലെങ്കിൽ അവരുടെ തകരാറുകൾ എണ്ണിപ്പറഞ്ഞ് വിമർശിക്കരുത് എന്നതായിരുന്നു. അപ്പൊ ഞാൻ മുഹ്സിനോട് പറഞ്ഞു, യഹിയൽ ഹജൂരിയെ പേരെടുത്ത് വിമർശിക്കാൻ പോകുന്നില്ല, മറിച്ച് ഇപ്പുറത്ത് ഷെയ്ഖ് റബീഉൽ മദ്ഖലി, ഉബൈദുൽ ജാബിരി ഹഫിളഹുമുള്ള ഇവരെ പോലുള്ള ആളുകളോടും പരസ്യമായി വിമർശിക്കുന്നില്ല. നമുക്ക് രണ്ടു കൂട്ടരോടും ഒരേ നിലപാടാണ് എന്ന് പറഞ്ഞാൽ ഈ തർക്കങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സംസാരം നടത്തുകയില്ല എന്ന് മുഹ്സിനോട് ഞാൻ പറഞ്ഞു. അപ്പൊ അന്ന് ഹജൂരിയെ വിമർശിക്കരുത്, അങ്ങനെ പറഞ്ഞാൽ അത് അവന്റെ കൂടി നിലപാടായി, മുഹ്സിന്റെ കൂടി നിലപാടായി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് അതിൽ പങ്കെടുത്തു, സംസാരിച്ചു. അപ്പൊ അന്നും ഈ ഒരു ഹജൂരിയെ വിമർശിക്കുന്നതിലുള്ള എതിർപ്പ് ഉണ്ട്. ഈ ഒരു കാര്യമാണ് എന്നെ നേരിട്ടുണർത്തിയിട്ടുള്ള ഒരേ ഒരു കാര്യമായി എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത്. മാത്രവുമല്ല, അന്ന് ആ സംസാരത്തിൽ സുബൈർ മങ്കടയുടെ ആളുകൾ വിമർശിച്ചത് ഷെയ്ഖ് റബീഉൽ മദ്ഖലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷെയ്ഖ് എന്ന് പറഞ്ഞില്ല, വെറും മദ്ഖലി എന്ന് പറഞ്ഞു എന്നുവരെ അന്ന് മറുവിഭാഗം ആക്ഷേപിക്കുകയുണ്ടായി. പിന്നെ രണ്ടാമത്തെ കാര്യം, കത്തിനുള്ള കാരണം, അതായത് ഞാൻ ഈ സുൽഹ് ചർച്ചയിൽ എന്തുകൊണ്ട് ഞാൻ കത്ത് വായിച്ചില്ല എന്നതിന് ഞാൻ കാരണങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിൽ പറഞ്ഞ കാരണം, ഒന്ന്, ഞാൻ കത്ത് വായിക്കാതിരിക്കാനുള്ള കാരണം, ഒന്ന്, ഒരു നസീഹത്ത് നടത്തുക എന്ന് പറയുന്നത് നേർക്കുനേരെ പറയലാണ്. അല്ലെങ്കിൽ നേരെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാം. അങ്ങനെ ഒരു രീതിയല്ല, മറിച്ച് വാട്സപ്പിലൂടെ ഒരു PDF ഫയൽ അയച്ചതാണ് കണ്ടത്. അതാണ് ഒരു കാരണമായി ഞാൻ പറഞ്ഞത്. അതിന് വിശദീകരണം എന്ന നിലക്കാണ് ഇവിടെ പറയുന്നത്, കത്തയക്കാനുള്ള കാരണം സലഫുകൾ കത്താണ് നസീഹത്തിന് സ്വീകരിച്ചത് എന്നും. സലഫുകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സലഫ് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമാണല്ലോ. നബിന്റെ കാലത്തൊക്കെ നസീഹത്ത് കത്തിലൂടെയാണ് നടത്തിയത്. അന്നൊന്നും ഈ PDF-ഉം അച്ചടി യന്ത്രങ്ങളും അതുപോലെ തന്നെ നെറ്റും വാട്സാപ്പും കമ്പിയില്ല കമ്പിയും ഒന്നുമില്ലല്ലോ, ഒക്കെ നേരിട്ടാണ്. നബീന്റെയും സഹാബത്തിന്റെയും ഒക്കെ രീതികൾ അതാണ്. പിൽക്കാലത്ത് കത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. അപ്പോ കത്തിനേക്കാൾ മുൻഗണന നൽകേണ്ടത് നേരിട്ടുള്ള സംസാരത്തിന് തന്നെയാണ്. ഞാൻ വിളിച്ചാൽ കിട്ടാത്ത ആളോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കവറേജിന് പുറത്തുള്ള ആളോ ഒന്നുമല്ല.
ഇനി ഒരു വട്ടം വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിളിക്കാം. അപ്പോൾ പൂർവികരായ ആളുകൾ സ്വീകരിച്ചത് കത്തായിരുന്നില്ല, മറിച്ച് നേരിട്ട് സംസാരിക്കുക എന്നത് തന്നെയാണ്. ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. അതില്ലെങ്കിൽ പിന്നെ സ്വീകരിക്കാവുന്ന മാർഗമാണ് രണ്ടാമത്തേത്. അപ്പോൾ കത്ത് സ്വീകരിച്ചത് സലഫുകളുടെ മാർഗമാണ് എന്നത് എനിക്ക് ശരിയായി തോന്നിയിട്ടില്ല. പിന്നെ ആ കൂട്ടത്തിൽ പറയുന്നത് പലപ്പോഴും ഉണ്ടാകുന്ന തക്ഫീർ, മാസപ്പിറ വിഷയം, എതിരാളികളുടെ വിമർശനം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സുൽഹ് ചർച്ചയിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള വിഷയം ഇത് വിശ്വാസപരവും അതുപോലെ തന്നെ രീതിശാസ്ത്രപരവുമായ, അതായത് അഖദിയും മൻഹജിയുമായ വിഷയങ്ങൾ ഉണ്ട്. അത്തരം മേഖലയിൽ നദവിക്ക് തകരാറ് സംഭവിച്ചിരിക്കുന്നു. എനിക്കെന്ന് മാത്രമല്ല, പലർക്കും, എൻ്റെ കൂടെയുള്ളവരെന്ന് ഗണിക്കപ്പെടുന്ന പലർക്കുമുണ്ട് എന്നതാണ്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങൾ ഞാൻ അത് വേറെ പ്രതിപാദിക്കുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അതായത് കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വേറെ വിശദീകരിക്കാം. മൂന്നാമത്തേത് സുൽഹിനെ സംബന്ധിച്ചാണ്. സുൽഹ് ചർച്ച ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് വിയോജിപ്പുണ്ടായത്. വിയോജിപ്പ് പറയാനുള്ള ഇടമാണ് മസ്ലഹത്തിന്റെ ചർച്ച. സുൽഹിന് വിളിച്ചവരോട് കത്ത് വായിക്കണമെന്ന വിഷയം ഞാൻ പറഞ്ഞിരുന്നു എന്ന് മുഹ്സിൻ പറയുന്നുണ്ട്. അത് പല നിലക്ക് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ചുരുക്കം ചില പദങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ ഒരു കാര്യം മുഹ്സിൻ നേരത്തെ മധ്യസ്ഥത്തിന് ഇറങ്ങിയ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹ്സിൻ പറയുന്നു. ഇതിനുള്ള മറുപടി, എങ്കിൽ ഈ കാര്യം, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ചർച്ചയിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കും, നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്, ചർച്ചയിൽ മുഖ്യ വിഷയം ഇതായിരിക്കും എന്ന് മധ്യസ്ഥന്മാരായി വന്ന 7 അംഗ സംഘത്തിലെ ഒരാൾ പോലും, 7 അംഗ സംഘം എന്റെ അടുക്കൽ വന്നതുണ്ട്, വരാതെ സംസാരിച്ചത് സലാഹുദ്ദീൻ നദീരിയാണ്. ഈ 8 ആളുകളിൽ ഒരാൾ പോലും എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. സുൽഹ് ചർച്ച നടക്കുന്നത് ജൂലൈ 29-ാം തീയതി. ജൂലൈ 18-നാണ് എന്റെ വീട്ടിൽ ഈ ആളുകൾ വരുന്നത്. അന്ന് ആരും ഈ കാര്യം എന്നോട് സൂചിപ്പിച്ചിട്ടില്ല. ഇനി അന്ന് സൂചിപ്പിച്ചില്ല എങ്കിലും പിന്നീട് എന്നോട് അത് പറയാമല്ലോ, പറഞ്ഞിട്ടില്ല. ആ ചർച്ച നടക്കുന്ന ദിവസമല്ലല്ലോ ഈ ആളുകൾ ഇത് മനസ്സിലാക്കിയത്. അല്ല എന്ന് ഷാഫി സലാഹിയുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞ വാക്കിൽ നിന്നും പിന്നീട് പല ക്ലിപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 10 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്ന്. അപ്പൊ 18-ന് എന്റെ അടുക്കൽ വന്നു, 29-ന് ചർച്ച നടന്നു, 11-ാമത്തെ ദിവസം. അപ്പോൾ ആ ദിവസത്തിനിടയിൽ, അപ്പോൾ കൂടിയാൽ ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ, അത്രയും നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് എന്നോട് ഈ ആളുകൾ ഇക്കാര്യം സംസാരിച്ചില്ല? മാത്രവുമല്ല, സുൽഹ് ചർച്ച നടക്കുന്നതിന്റെ തലേ ദിവസം വൈകുന്നേര സമയത്ത് ഏകദേശം മഗ്രിബിനോടടുത്ത് സലാഹുദ്ദീൻ നദീരി അധ്യക്ഷനായി നിയന്ത്രിച്ച സലാഹുദ്ദീൻ നദീരി എന്നെ വിളിച്ചു. ചർച്ച എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം തേടി. ഞാൻ പറഞ്ഞു, എനിക്ക് എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ആളുകൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ സമയക്രമം നിശ്ചയിക്കണമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ സമയക്രമം നിശ്ചയിക്കേണ്ടതില്ല, പറയാവുന്നതൊക്കെ പറയട്ടെ, സമയം വെച്ച് ചർച്ച വേണ്ട, ഇനി പരിധി വിട്ടുപോവുകയാണെങ്കിൽ ചുരുക്കണം എന്ന് ആവശ്യപ്പെടാം എന്നും പറഞ്ഞു. ഇതല്ലാതെ ഇന്ന വിഷയം നാളെ ചർച്ചയ്ക്ക് വരും, ഇന്ന ആളുകൾ ഇന്ന വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, മുഹ്സിൻ കാര്യമായി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വിഷയമാണ് എന്ന ഒരു സൂചന പോലും, യോഗം എങ്ങനെ കൊണ്ടുപോകണം എന്ന ചോദ്യം എന്നോട് ചോദിച്ചിട്ട് പോലും ഈ ഒരു കാര്യം സലാഹുദ്ദീൻ നദീരി പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അത് മധ്യസ്ഥന്മാർ പറയേണ്ടതായിരുന്നു, സൂചിപ്പിക്കേണ്ടതായിരുന്നു. 4-ാമത്തെ കാര്യം, മുഹ്സിന്റെ വാചകം, ഇവരോടുള്ള വിയോജിപ്പുകൾ, ആ വാചകത്തിലുള്ള ചില പദങ്ങളും വാചകങ്ങളുമാണ് ഞാൻ പറയുന്നത്, സംസാരത്തിലുള്ള ഇവരോടുള്ള വിയോജിപ്പുകൾ. പിന്നെ സ്വാധീനം മറ്റു ചിലരിലുമുണ്ട്, അവിടെ കൂടിയവരിൽ ചിലർക്കും പ്രശ്നങ്ങളുണ്ട്, നദ്വിയുടെ ഈ നിലപാട് പലർക്കുമുണ്ട്. ഇതൊക്കെ ഈ 35 മിനിറ്റ് സംസാരത്തിൽ ഇടക്കിടക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ എന്ന് എല്ലാവരും പറയുമ്പോൾ മുഹ്സിന്റെ വാചകം എന്താണ്? ഇവരോടുള്ള വിയോജിപ്പുകൾ. ആരാണ് ഇവർ? അപ്പൊ അത് വേറെ ഒരു വിഭാഗമാക്കി തിരിച്ചിരിക്കുന്നു എന്ന് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. വേറെയും ചിലതുണ്ട്, അത് ഞാൻ അവസാനം പറയാം. പിന്നെ എനിക്ക് മാത്രമുള്ള പ്രശ്നമല്ല, ഇപ്പൊ എനിക്കുള്ള നസീഹത്താണ്, ഞാൻ വായിച്ചില്ല എന്നാണല്ലോ പറയുന്നത്. എനിക്ക് മാത്രമല്ല, ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വേറെ പലർക്കും ഇതേ തകരാറുകളുണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട അഖീദയിലും മൻഹജിലുമുള്ള തകരാറുകൾ എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇവിടെ കൂടിയവർക്ക് അതുപോലെ തന്നെ പലർക്കുമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ നിന്ന് ആ കാര്യം വളരെ വ്യക്തമാകും. അപ്പോൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ല, ഒരു കൂട്ടം ആളുകൾക്കുള്ള അഖീദയിലും മൻഹജിലുമുള്ള പിഴവാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഗൗരവമേറിയ വിഷയമാണ്. അപ്പൊ അവർ ഇവർ എന്ന വേർതിരിവ് എന്തിനാണ്? നസീഹത്താണെങ്കിൽ. 5-ാമത്തെ കാര്യം, അദ്ദേഹത്തോട് തെറ്റുതിരുത്തിക്കൊണ്ട് ഞാൻ എഴുതിയ കത്ത് അദ്ദേഹം പരിഗണിച്ചില്ല, അദ്ദേഹം ആ തെറ്റ് തിരുത്തിയതായും ഞാൻ കണ്ടില്ല. ഇത് മുഹ്സിന്റെ വാചകമാണ്.
അപ്പോ തെറ്റ് തിരുത്തിയതായി കണ്ടില്ല. അപ്പൊ ഇതൊരു വിധി പ്രസ്താവനയാണോ അല്ല നസീഹത്താണോ? വിധി പ്രസ്താവനയാണ്. എനിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അത് സുൽഹ് ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, അഖീദയിലും മൻഹജിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു വിധി പ്രസ്താവനയാണ്. ഇതൊരു കുറ്റപത്രമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അർത്ഥത്തിൽ തന്നെയാണ്. പിന്നെ തെറ്റ് തിരുത്തിയില്ല, തിരുത്തിയതായി ഞാൻ കണ്ടില്ല. അപ്പോ വെറുമൊരു വാക്കല്ല, മറിച്ച് തെറ്റ് സംഭവിച്ചു, തിരുത്തിയിട്ടില്ല എന്ന ഒരു കുറ്റപത്രം തന്നെയായിരുന്നു ആ കത്തും സുൽഹ് ചർച്ചയിലെ സംസാരവും ശേഷം സ്നേഹത്തോടെയുള്ള സഹോദരങ്ങളോടുള്ള സംസാരത്തിലും ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ആറാമത്തെ കാര്യം, കത്ത് വായിക്കാമെന്ന് പറഞ്ഞു. അതായത് സുൽഹ് ചർച്ചയിൽ മുഹ്സിനലിക്ക് അയച്ചിട്ടുള്ള കത്ത് വായിക്കാമെന്ന് പറഞ്ഞു, പറ്റില്ലെന്ന് പറഞ്ഞു, പോയിന്റുകൾ വായിച്ചാൽ മതിയെന്ന് പറഞ്ഞു, വിഷയം ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് വായിക്കാൻ സമ്മതിച്ചില്ല? അതായത് ഇങ്ങനെയുള്ള നസീഹത്തല്ലേ അതിലുള്ളത്, ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയല്ലേ ചെയ്തത്, പിന്നെന്തുകൊണ്ട് വായിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ്. ഇവിടെ വായിക്കാമെന്ന് പറഞ്ഞു, പിന്നെ വായിക്കേണ്ടെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം എന്താണ്? ഈ ചർച്ച തുടങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കിടയിലാണ് ഞാൻ മൂത്രമൊഴിക്കാൻ പോയത്. തിരിച്ചു വന്നപ്പോൾ മുഹ്സിൻ ഫോണും പിടിച്ചത് വായിക്കാൻ തുടങ്ങുകയോ വായിക്കാൻ ഒരുങ്ങുകയോ ചെയ്യുന്നതായി കണ്ടു. അപ്പോൾ അത് വായിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിന്റെ മുമ്പാണ് വായിച്ചോട്ടെ എന്ന് ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിപരമായ വിഷയമാണ്, അതുകൊണ്ട് അത് ഇവിടെ വായിക്കേണ്ടതില്ല, പിന്നീട് അത് ചർച്ച ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അതല്ലാതെ മാറ്റി മാറ്റി പറഞ്ഞതല്ല. പിന്നെ വിഷയം ചർച്ച ചെയ്യാൻ സമ്മതിച്ചില്ല എന്നത് ഇതൊരു വലിയ ആരോപണമാണ്. മുഹ്സിൻ വളരെ സൗമ്യമായി ശാന്തമായി സംസാരിക്കുന്നു, എന്നാൽ അത് വസ്തുതാപരമാകണമല്ലോ. വായിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്ന മുഹ്സിൻ അതിനെക്കുറിച്ച് പറഞ്ഞതെന്താണ് എന്നുകൂടി വ്യക്തമാക്കേണ്ടതായിരുന്നു. ഇനി അതിനുള്ള മറുപടി എന്താണ്? ഇവിടെ വായിക്കേണ്ടതില്ല, അതായത് സുൽഹ് ചർച്ചയിൽ വായിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയാൻ കാരണം, നേരത്തെ 2002 മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പിളർപ്പിലും 2012 പിളർപ്പിലും സക്കരിയ സലാഹി റഹിമഹുല്ല സ്വീകരിച്ച നിലപാട് വെച്ചുകൊണ്ട് തന്നെയാണ്. അതായത് അന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഓരോ വിഭാഗവും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രബന്ധമായി അവതരിപ്പിക്കുകയും രണ്ട് വിഭാഗത്തിന്റെയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ അവസരം നൽകുകയും അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും എന്നിട്ട് തീരുമാനത്തിലെത്തുകയും ചെയ്യുക എന്ന രീതിയാണ് അന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. സലാഹി സ്വീകരിച്ച നിലപാടും അതുതന്നെയായിരുന്നു. ഈ കത്തിലുള്ള കാര്യം വെറുമൊരു സാധാരണ വിഷയമല്ലെന്നും അഖീദയിലും മൻഹജിലുമുള്ള വിഷയമാണ് എന്നതുകൊണ്ട് ഇത് പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്, സ്വർഗനരകങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്, വിശ്വാസത്തെ സംബന്ധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇത് ഉന്നയിച്ചാൽ ഒറ്റയടിക്ക് മറുപടി പറയാൻ മാത്രം ഞാൻ പണ്ഡിതനല്ല, എനിക്ക് അങ്ങനെ ഒറ്റയടിക്ക് മറുപടി പറയാൻ കഴിയുകയില്ല, വിഷയം പഠിച്ചിട്ടേ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ അത് ചർച്ച ചെയ്യേണ്ടതില്ല, നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീടൊരിക്കൽ ചർച്ചയാകാം, നിങ്ങളൊരു തീയതി നിശ്ചയിച്ചുകൊള്ളൂ അല്ലെങ്കിൽ സമയം നിശ്ചയിച്ചുകൊള്ളൂ, എന്നിട്ട് ഞാൻ പ്രബന്ധം വായിച്ച് ഇനി എനിക്ക് നൽകിയിട്ടുള്ള കത്ത് അത് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ദായിമാർക്കും വിതരണം ചെയ്യുക, അവരത് വായിക്കട്ടെ, ഇതിന് മറുപടിയായി പറയാനുള്ളത് എന്താണ് അത് ഞാൻ എഴുതാം, ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയാനുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും പറയാം. അങ്ങനെ ഒരു ചർച്ച വെച്ച് അവിടെ വെച്ച് നമുക്ക് വിഷയം മറ്റൊരു സിറ്റിംഗിൽ ചർച്ചയാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വായിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ബാക്കി കൂടി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നല്ല, പലവട്ടം ഞാൻ അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ തന്ത്രപൂർവം വളരെ സൗമ്യമായി ശാന്തശീലനായി സഹോദരൻ മുഹ്സിൻ ആ കാര്യം മറച്ചുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വായിക്കാൻ സമ്മതിച്ചില്ല, എന്തുകൊണ്ട് സമ്മതിച്ചില്ല, എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന മുഹ്സിൻ ഈ കാര്യം കൂടി പറയേണ്ടതായിരുന്നു. മാത്രമല്ല ഇതിലൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. വായിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്ന മുഹ്സിൻ തന്നെ തൻ്റെ 35 മിനിറ്റുള്ള സംസാരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനാകട്ടെ കത്തിലുള്ള പോയിന്റുകൾ ഇന്നതാണ് കത്തിലുണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു, കാരണം അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ വായിക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ പിന്നെ എങ്ങനെ മുഹ്സിൻ കത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു? അപ്പോൾ വായിക്കാൻ സമ്മതിച്ചില്ലെന്ന് പറയുകയും മുഹ്സിൻ തന്നെ കത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും അത് പറയാനായിരുന്നു ഞാൻ വന്നിരുന്നത് എന്നും പറയുമ്പോൾ ഈ വൈരുദ്ധ്യം കൂടി കേൾവിക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കലാണല്ലോ ഖൈറ് എന്ന് മാത്രമാണ് ഇവിടെ മുഹ്സിനോട് ഉണർത്താനുള്ളത്. അതല്ലാതെ ചർച്ച ചെയ്യാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ചില ആളുകളുടെ ഭയങ്കര വെല്ലുവിളികൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക്
കേൾക്കാൻ സാധിച്ചു. ആരാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ മഹാൻ ആരാണ്, അങ്ങനെ പറഞ്ഞ മറ്റവൻ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായ വസ്തുത ഇതാണ്. ഏഴാമത്തെ കാര്യം, മുഹസിന്റെ വാചകം, വായിക്കുന്നവർ ഇത് കുറ്റപത്രമാണെന്ന് പറയുന്നു. വായിക്കണ്ടേ, വായിക്കാതെ എങ്ങനെ കുറ്റപത്രമാണെന്ന് പറയും എന്നതാണ്. ഇത് മുഹസിന്റെ ചോദ്യമാണ്. ഇതിനുള്ള മറുപടി മുഹസിന്റെ സംസാരവും അവിടെ പങ്കെടുത്ത ആളുകളുടെ നിലപാടുമാണ് ഇത് കുറ്റപത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ളവർ പറയാനുണ്ടായ കാരണം ഇത് വെറും ഒരു മസ്അലയിലുള്ള വിഷയമല്ല, മറിച്ച് അഖീദയിലും മൻഹജിലുമുള്ള വിഷയമാണ് എന്ന് മുഹ്സിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല ഇവിടെ കൂടിയ വേറെ ചിലർക്കുമുണ്ട് എന്ന് പറഞ്ഞ് ചില ആളുകളുടെ ഭാഗത്തേക്ക് ചൂണ്ടി തന്നെ ആ കാര്യങ്ങൾ ആംഗ്യത്തിലും സംസാരത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇവരെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്, അഖീദയുടെയും മൻഹജിന്റെയും വിഷയമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത് കുറ്റപത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണം അതാണ്. വായിക്കാതെ തന്നെ മനസ്സിലായി, വായിച്ചിട്ടല്ലോ, വായിക്കാതെ തന്നെ മുഹ്സിൻ പറഞ്ഞിട്ടുള്ള സംസാരത്തിൽ നിന്ന് ഇന്നാലിന്ന തകരാറുകളാണ് എന്നിലുള്ളത്, എന്നിൽ മാത്രമല്ല ഈ ആളുകളിലൊക്കെ ഉള്ളത് എന്ന് വ്യക്തമായി മുഹ്സിൻ തന്നെ പറഞ്ഞാൽ പിന്നെ കുറ്റപത്രമാണ് എന്ന് മനസ്സിലാക്കാൻ അത് വായിക്കേണ്ടതുണ്ടോ? പറയുന്ന ആളുടെ വാക്കിനേക്കാൾ വലുതാണോ മറ്റുള്ള കാര്യം? എട്ടാമത്തെ കാര്യം, മുഹ്സിൻ പറയുന്നത്, ഞാൻ ഗൂഢാലോചന നടത്തിയിട്ടില്ല, എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ആരും വന്നിട്ടില്ല. അതിനുള്ള മറുപടി, ഗൂഢാലോചനക്ക് വീട്ടിൽ പോകണമെന്നില്ല. ഗൂഢാലോചനക്ക് ഒരാളെ വിളിച്ചാലും ഗൂഢാലോചനയാകാം, ആകാതിരിക്കാനും സാധ്യതയുണ്ട്. പലരും വിളിച്ചെന്ന് മുഹ്സിൻ തന്നെ സംസാരത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ഒരാളല്ല, 2-3 ആളുകളുടെ പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ആളുകൾ വിളിച്ചിട്ടുണ്ട്. സുൽഹിന് വരാനാണെങ്കിൽ ഒരാൾ വിളിച്ചാൽ മതിയല്ലോ, എന്തിനാണ് പല ആളുകൾ വിളിക്കുന്നത്? ഒരാൾ വിളിച്ചിട്ട് മാത്രം വന്ന എത്ര ആളുകൾ ആ കൂട്ടത്തിലുണ്ട്? പോകട്ടെ, ചർച്ച നിശ്ചയിച്ചിരുന്നത് രാവിലെ 9 മണിക്കാണ്. വളരെ ദൂരത്ത് നിന്ന് വന്ന ആളുകൾ 9 മണിക്കും 8:50 എത്തിയ ആളുകളുണ്ട് അവിടെ. പക്ഷേ ഒരു പറ്റം ആളുകൾ ഒന്നായി ടീമായി വന്നത് 10:45-നാണ്. 10:50 10:50 ചർച്ച നടക്കുന്നത്. നിശ്ചയിച്ചതിൽ നിന്ന് 1.25 മണിക്കൂർ ചർച്ച വൈകി. എന്താ വൈകാനുണ്ടായ കാരണം? നീട്ടി നടന്നാൽ അയലക്കാട് എത്താവുന്ന മുഹ്സിനെ കൂട്ടാൻ കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ വേറെ വഴിയിലൂടെ ദീർഘദൂരം യാത്ര ചെയ്ത് ഒരുമിച്ചാണ് സ്ഥലത്തേക്ക് വന്നത്. ഇത് ചർച്ച വൈകാൻ കാരണമായി. പിന്നെ ഉച്ചക്ക് ഭക്ഷണത്തിന് വേണ്ടി നിർത്തി. നമസ്കാരവും ഭക്ഷണവും കഴിഞ്ഞ് പിന്നെയും സംസാരം തുടങ്ങാൻ ഒരുപാട് സമയം നീണ്ടു. ആ സമയത്ത് മധ്യസ്ഥന്മാരായ ആളുകളും അല്ലാത്ത എതിര അഭിപ്രായമുള്ള ചില ആളുകളും ഒരു മുറിക്കകത്ത് വാതിലടച്ചിട്ട് ഇരിക്കുകയായിരുന്നു. നമസ്കരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. നമസ്കരിച്ചവരുണ്ടാകാം, നേരത്തെ ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കരിച്ചവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തിനു വാതിലടക്കണം? 3 ആളുകൾ ഉള്ളിടത്ത് 2 ആളുകൾ തമ്മിൽ സ്വകാര്യം പറയരുത് എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ, ഇവിടെ ആളുകളുടെ എണ്ണമല്ല പ്രശ്നം, 2-3 ആളുകൾ എന്നത് 3 വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി 2 വിഭാഗം ആളുകൾ മാത്രം ചർച്ച നടത്തരുത് എന്ന് വിശദീകരിച്ചവരുണ്ട്. പ്രത്യേകിച്ച് ഒരു സുൽഹിന്റെ ചർച്ചയിൽ മധ്യസ്ഥന്മാരായ ആളുകൾ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി മറ്റൊരു വിഭാഗമായി ചർച്ച നടത്തുന്നത് അതിന്റെ ശരിതെറ്റുകൾ എന്ത് എന്നുകൂടി വിശദീകരിച്ചാൽ നന്ന്. പിന്നെ 9ാമത്തെ കാര്യം, ഞാൻ വിധി പറഞ്ഞു എന്ന് ആരോപിക്കുന്നു. എന്ത് വിധിയാണ് ഞാൻ പറഞ്ഞത് എന്ന് മുഹ്സിൻ ചോദിക്കുന്നു. അതിനുള്ള മറുപടി പിഴച്ചു എന്ന വാക്ക് തന്നെയാണ്. തിരുത്തിയില്ല എന്നതാണ്. തിരുത്തിയതായി കണ്ടില്ല എന്ന വാചകമാണ്. തിരുത്തി ഞാൻ എഴുതിയ കത്ത് എന്ന പ്രയോഗമാണ്. പിന്നെ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് സംസാരത്തിലുണ്ട്. അതുപോലെ സുൽഹ് ചർച്ചയിൽ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്കയച്ചിട്ടുള്ള കത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ മൗലവി തിരുത്തുകയാണെങ്കിൽ എന്നതിന്റെ അവസാന ഭാഗത്തുണ്ട്. അപ്പൊ തിരുത്തണമെങ്കിൽ തെറ്റാവണ്ടേ? തെറ്റല്ലെങ്കിൽ പിന്നെ തിരുത്താനുണ്ടോ? നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, തിരുത്തുകയാണെങ്കിൽ അപ്പോൾ വാക്കിലും എഴുത്തിലും അത് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് വിധി പ്രസ്താവനയാണ്, കുറ്റപത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 10ാമത്തെ കാര്യം, അവസാന വാക്ക് ഞാനാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, അത് ഉലമാക്കളാണ്. ഇതിനുള്ള മറുപടി മുകളിൽ പറഞ്ഞു തന്നെ. അവസാന വാക്ക് ഞാനല്ല എന്ന് പറഞ്ഞാൽ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. വിധി പ്രസ്താവിച്ചിട്ടാണ് പിന്നെ ഉലമാക്കളിലേക്ക് മടക്കുന്നത്. ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഇന്ന രീതി പിന്തുടരുന്നു, അപ്പൊ ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് 2 കൂട്ടരും ചേർന്ന്, 2 അഭിപ്രായമുള്ളവർ 2 കൂട്ടർ, അല്ലെങ്കിൽ ആരോപിക്കുന്നവരും പ്രതിഭാഗത്തുള്ളവരും ചേർന്നുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ അതൊരു ചർച്ചയാണ്, മസ്ലഹത്താണ്, അല്ലെങ്കിൽ തീരുമാനത്തിന് വിടലാണ് എന്ന് പറയാം. ഇന്ന പിഴവുകളുണ്ടെന്നും പിഴച്ചിട്ടുണ്ടെന്നും തിരുത്തിയിട്ടില്ലെന്നും പരിഗണിച്ചിട്ടില്ലെന്നും എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ്
ഞാൻ വിധി പറഞ്ഞോ? അവസാനത്തെ വാക്ക് ഉലമാക്കളാണ് എന്ന് പറയുന്നത്. അവസാന വാക്ക് ഉലമാക്കളാണെങ്കിൽ പിന്നെ എങ്ങനെ മുഹ്സിൻ വിധി പറഞ്ഞു? തെറ്റ് സംഭവിച്ചു, തിരുത്തിയില്ല, പിഴച്ചു എന്നൊക്കെ പറഞ്ഞത്. 11ാമത്തെ കാര്യം സാജിദും അതുപോലെ ഹമീദ് സുല്ലമിയുമായി ബന്ധപ്പെട്ട സംസാരമാണ്. അതിനെക്കുറിച്ച് മുഹ്സിൻ പറയുന്നത്, അതായത് സുൽഹ് ചർച്ചയിൽ ഉണ്ടായ കാര്യം, മുഹ്സിന്റെ വാചകം ഇതാണ്: ഹമീദ് സുല്ലമിയുടെ സംസാരം പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ പ്രതികരിച്ചു എന്ന് ആരോപിക്കുന്നു. ഇത് മുഹ്സിന്റെ വാചകമാണ്. അതായത് ഹമീദ് സുല്ലമി എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അത് സാജിദുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ പ്രതികരിച്ചു എന്ന് ആരോപിക്കുന്നുണ്ട്. ഇത് ആരോപണമല്ല എന്ന് മുഹ്സിൻ തന്നെ പറയുന്നുണ്ട്. സംസാരം പൂർത്തിയാക്കുന്നതിനിടക്ക് സംസാരം മുടക്കി. ഇനി ആ മറുപടി മുഹ്സിന്റെ വാചകത്തിൽ തന്നെ മനസ്സിലാക്കാം. അത് ഹമീദ് സുല്ലമി നേരത്തെയും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാവാം പറയുക എന്ന നിലക്കായിരിക്കാം പറയുന്നതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്. അപ്പൊ അത് ആരോപണമാണോ? അല്ല എന്നാ മുഹ്സിൻ തന്നെ പറയുന്നത്. സംസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അപ്പോ ആരോപണമല്ല, വസ്തുതയാണ്. അദ്ദേഹത്തെ പറയാൻ സമ്മതിച്ചില്ല. ഇനി പറയാൻ സമ്മതിക്കാത്തതിനുള്ള കാരണം എന്താണ്? ഹമീദ് സുല്ലമി നേരത്തെയും ഇതുപോലുള്ള പല കാര്യങ്ങളും സാജിദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാകാം എന്ന് കരുതിയിട്ടാകാം. അപ്പോ ഈ സംസാരത്തിന്റെ തൊട്ടു മുമ്പ് മുഹ്സിൻ പറയുന്നുണ്ട്, ഊഹമല്ലേ അത്, ഊഹം വെച്ച് പറയാൻ പാടുണ്ടോ എന്നൊക്കെ ഉപദേശിച്ച മുഹ്സിൻ തന്നെയാണ്. ഹമീദ് സുല്ലമി പറയാൻ പോകുന്നത് എന്താണ് എന്ന് ഒരാൾ മാത്രമല്ല, ഹമീദ് സുല്ലമിയുടെ സംസാരം തുടങ്ങിയപ്പോഴേക്ക് ചാടി വീണ എല്ലാ ആളുകൾക്കും ഒരേ ഊഹം വന്നു. അതെങ്ങനെയാണ് എല്ലാവർക്കും ഒരേ ഊഹമുണ്ടായത് എന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഊഹം വെച്ചു പുലർത്താൻ പാടുണ്ടോ? ഊഹിച്ച് എങ്ങനെയാണ് ഹമീദ് സുല്ലമിയുടെ സംസാരം പൂർത്തിയാക്കാതെ ഇന്നതായിരിക്കും എന്ന് പറഞ്ഞ് ലന്നിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു ചാടുക? എന്നിട്ടോ സാജിദ് ഹമീദ് സുല്ലമിക്ക് നേരെ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞ വാചകം എന്താ? എന്റെ ഉമ്മയെ തലാക്ക് ചെല്ലാൻ ഫത്വ കൊടുത്ത ആളാണ് നിങ്ങൾ. ഫത്വ കൊടുത്ത ആളാണ് എന്നോ ഫത്വ കൊടുക്കാൻ പ്രേരിപ്പിച്ച ആളാണ് എന്നോ അങ്ങനെ ഒരു വാചകമാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു കളവ് ഹമീദ് സുല്ലമിയുടെ പേരിൽ പറഞ്ഞു. ഇതിനെ ന്യായീകരിക്കാനാണ് അവിടെ കൂടിയ ആളുകൾ ശ്രമിച്ചത്. ഇപ്പോഴും അങ്ങനെയല്ല, നല്ല ബന്ധമാണ് എന്ന് ഒക്കെ പ്രതികരിച്ചു. ഏതോ ആകട്ടെ, അത് വ്യക്തിപരമായ വിഷയങ്ങളാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു ആരോപണമല്ല, അല്ലെന്ന് മുഹ്സിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നായി ചാടിക്കയറിയത് ഊഹം പാടില്ലെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ്. 12ാമത്തെ കാര്യം, ഇപ്പോഴും കത്ത് വായിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ചില ആളുകളെ പേര് പറയുന്നത്, അതായത് മുഹ്സിൻ ഈ സംസാരം നടത്തുമ്പോൾ പോലും ഞാൻ കത്ത് വായിച്ചിട്ടില്ല എന്ന്. ഇത് 4-ാം തീയതിയോ 5-ാം തീയതിയോ മറ്റോ പുറത്തുവിട്ട സംസാരമാണ്, ഈ ഓഗസ്റ്റ്. അതുവരെ ഞാൻ വായിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് അത് ആര് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാലോ, ഇനി ഇപ്പോഴും നിങ്ങൾ വായിച്ചില്ലേ? നസീഹത്താണെങ്കിൽ അങ്ങനെയല്ലേ, നസീഹത്ത് ഒഴിവാക്കാൻ പാടില്ലല്ലോ. അത് ചോദിച്ചിട്ടില്ല, ആരോ പറഞ്ഞു. അത് കേട്ട ആളുകളോ കേട്ടവരിൽ നിന്ന് കേട്ടവർക്കോ പറ്റിയ അബദ്ധമാകാം. അതിനുള്ള പശ്ചാത്തലം ഇതാണ്: ദൗറയിൽ വെച്ച്, അതായത് അതിന് ശേഷം നടന്ന ദൗറയിൽ വെച്ച്, അതായത് മുഹ്സിന്റെ ഈ സംസാരത്തിന്റെ മുമ്പ് സുൽഹ് ചർച്ചയ്ക്ക് ശേഷം നടന്ന ദൗറ, ആ ദൗറയിൽ മുഹ്സിൻ എനിക്കയച്ച കത്ത് അവിടെ വെച്ച് വായിക്കാൻ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ അത് വായിക്കേണ്ടതില്ല, എനിക്കത് പേഴ്സണലായിട്ട് അയച്ച കാര്യമാണ്, ഞാനത് മറുപടി അയച്ചുകൊള്ളും, അല്ലെങ്കിൽ മറുപടി വേണമെങ്കിൽ അല്ലെങ്കിൽ വിശദീകരണം വേണമെങ്കിൽ ഞാനത് പറയും. ഇവിടെ അത് വായിക്കേണ്ടത്, കാരണം എന്നിൽ എന്നത് പുറത്താകണ്ട എന്ന നിലക്കാണ് അവിടെ പോലും ഞാനത് കൊടുക്കാതിരുന്നത്. പക്ഷേ ഇത് നാട് നീളെ എത്തി എന്നുള്ളത് വേറെ വസ്തുത. അല്ലാതെ ആ സമയത്ത് പോലും ഞാനത് വായിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ആർക്കെങ്കിലും, കേട്ടവർക്കോ കേട്ടിൽ നിന്ന് കേട്ടവർക്കോ സംഭവിച്ച പിഴവാകാം. 13, കത്ത് ചോദിക്കുന്നവർക്ക് അയച്ചു തരാൻ തയ്യാറാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും പ്രചരിപ്പിക്കാൻ ഞാനില്ല. മുഹ്സിന്റെ വാചകം. എന്തൊരു മാന്യമായ, സൗമ്യമായ, ശാന്തമായ, പ്രകോപനമില്ലാത്ത വാക്കാണിത്. എല്ലാവർക്കും പ്രചരിപ്പിക്കാൻ എല്ലാവർക്കും അയക്കേണ്ട കാര്യമല്ല. ഒരാൾക്ക് അയച്ചാൽ തന്നെ അത് പുറത്ത് എത്തിക്കൊള്ളും. അതിന് അങ്ങനെ അയക്കാൻ ചില പണിയാളുകൾ വേറെയുണ്ടല്ലോ. ആ ആളുകൾ നിരന്തരമായി ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിൻസീറ്റ് ഡ്രൈവർ എന്ന വാക്ക് ചിലരെ കുറിച്ച് ഉപയോഗിച്ചു എന്നാണ്. അത് ആരോട് പറഞ്ഞുവോ അവരെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നത് വേറൊരു വസ്തുത. ഇനി ആണെന്ന് വെക്കുക, എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത് അല്പം കുറവായിപ്പോയി എന്നാണ് പിന്നെ ചിലരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങളൊന്നും, അല്ലെങ്കിൽ ഞാൻ പിൻസീറ്റ് ഡ്രൈവറല്ല, ഞാൻ മുൻസീറ്റ് ഡ്രൈവർ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ സലാഹിയെ അടക്കം മുന്നിൽ നിന്ന് നിയന്ത്രിച്ചത് ഞങ്ങൾ തന്നെയാണ് എന്ന് ചില വോയിസുകളിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. അപ്പൊ അത്തരം ആളുകൾ അവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. മുഹ്സിൻ ചോദിച്ചവർക്കേ കൊടുത്തിട്ടുള്ളൂവെങ്കിലും
ചോദിച്ച ആളുകൾ പലർക്കായി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ആ ആളുകളിൽ നിന്നാണ് എന്റെ കൂടെയുള്ളവരെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് പോലും ഇത് കിട്ടിയിട്ടുള്ളത്. മാത്രവുമല്ല, ഒരു സഹോദരൻ ഇത് അയച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞത്, നീ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈ കത്ത് വായിക്കണം, നാളെ എങ്ങാനും മരിച്ചുപോയാലോ എന്നാണ്. അപ്പൊ അത്രക്ക് ഗൗരവത്തിൽ വായിക്കേണ്ടുന്ന ഒരു വിഷയമായി ഫോർവേഡ് ചെയ്ത ആളുകൾ പറയുന്നതും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള രണ്ടാമത്തെ മറുപടി, സുൽഹ് ചർച്ചയിൽ ഇപ്പോൾ തന്നെ വായിക്കണം എന്ന് മുഹ്സിൻ ശാഠ്യം പിടിച്ചത് എന്തിനായിരുന്നു? എനിക്ക് രണ്ടാമതും അയച്ചു തരണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അയച്ചു തന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും പരിഗണിക്കാത്തത് കൊണ്ട് ഇനി ഞാൻ അയച്ചു തരില്ലെന്ന് പറഞ്ഞത് എന്തിനായിരുന്നു? എല്ലാവർക്കും ഞാൻ ഇത് അയച്ചു കൊടുക്കും എന്ന് മുഹ്സിൻ പറഞ്ഞത് എന്തിനായിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അയച്ചു കൊടുക്കുക, പ്രിന്റ് എടുത്ത് അയക്കുകയാണെങ്കിൽ അതിന്റെ ചെലവ് ഞാൻ വഹിച്ചുകൊള്ളാം, എല്ലാവർക്കും അയച്ചു കൊടുക്കൂ എന്ന് സുൽഹ് ചർച്ചയിൽ ഞാൻ തന്നെ മുഹ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അയച്ചു തരാൻ തയ്യാറല്ല, എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ മുഹ്സിനാണ് ഇവിടെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും പ്രചരിപ്പിക്കാൻ ഞാനില്ല. അപ്പോൾ ഒരാൾക്ക് അയച്ചാൽ തന്നെ അത് പിടുത്തപ്പെട്ടു. അറബിയിലൊരു തത്വമുണ്ടല്ലോ, ചില കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയാൽ അത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ആ തത്വത്തിലുള്ള ഒരു കാര്യമാണ് വാക്ക് എന്ന് പറയുന്നത്. നാവ് വിട്ട് കടന്നാൽ തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അമ്പ് വില്ലിൽ നിന്ന് തെറ്റിയാൽ തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല, രണ്ടാമത്തെ കാര്യം. അപ്പോ ഈ വില്ലിൽ നിന്ന് തെറ്റിയ അമ്പ് പോലെയാണ് തന്റെ ഫോണിൽ നിന്ന് ഒരാളിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ട കാര്യം, അത് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമേ ഇവിടെ ഉണർത്തുന്നുള്ളൂ. 14ാമത്തെ കാര്യം, നമ്മളൊരു ഹിസ്ബ് ആകരുത്, കക്ഷിയാകരുത്, ആരെയും വരവരച്ച് നിർത്തരുത്, നമ്മളല്ലാത്തവർ എന്നൊരു വാക്ക് നമുക്കുണ്ടാവരുത് എന്നൊക്കെ വളരെ നല്ല ആശയമാണ്. നടപ്പിലാക്കുകയാണെങ്കിൽ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള മറുപടി. ആരാണ് ഇവിടെ വരവരച്ചത്? സക്കരിയ സലാഹി മരിക്കുന്നതിന്റെ 3 മാസം മുമ്പുള്ള ഒരു സംസാരത്തിൽ സക്കരിയ സലാഹി പറഞ്ഞു, നമ്മൾ ആരെയും വടംകെട്ടി നിർത്തേണ്ടതില്ല. സലാഹി പറഞ്ഞ വാക്കാണ്, ആവർത്തിച്ച് പറഞ്ഞ വാക്കാണ്. ശരിയാണ്. ആരാണ് വടം കെട്ടിയത്? ആരാണ് വരവരച്ചത്? ഇന്നവൻ ഇങ്ങോട്ട് വന്നുകൂടാ, ഇവനെ ദർസിന് ക്ഷണിച്ചുകൂടാ, ഇന്ന ആളുകളെ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചുകൂടാ, അങ്ങനെ വരയിട്ടതാരാണ്? ആ വരയിട്ട കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവരാരാണ്? അതിനെ എതിർക്കാതെ പിന്തുണക്കുന്നവരാരാണ്? ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞേക്കാം, പക്ഷേ അവിടെ പ്രവർത്തിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും അവിടെ ദർശെടുക്കുകയും ഇക്കാര്യങ്ങൾ അറിയാവുകയും ചെയ്യുന്ന ആളുകൾ ഇതിനെ എതിർക്കാതിരിക്കുന്നത് അതിനെ പിന്തുണക്കൽ അല്ലേ എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. കാരപ്പറമ്പാണ് ഇതിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. അവിടെ സക്കരിയ സലാഹിയുടെ കൂടെയുള്ള ഉണ്ടായിരുന്ന ആളുകൾ ആരും അടുക്കാൻ പറ്റാത്ത ഒരു വേലി അവിടെ കെട്ടിയിട്ടുണ്ട്. ഇടക്ക് 1-2 തവണ 1-2 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ചില കാരണങ്ങൾ അതിനുണ്ട്. അതല്ലാതെ ഒരുപാട് ദൗറകൾ അവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് നടന്ന ദൗറകളിൽ ഭൂരിഭാഗവും അവിടെ വെച്ച് നടന്നവയാണ്. പക്ഷേ അന്ന് അവിടെ വളരെ സജീവമായി പങ്കെടുക്കുകയും ആത്മാർത്ഥമായി ബന്ധം പുലർത്തുകയും ചെയ്ത ആളുകൾ എന്തുകൊണ്ട് അവിടെ വരയിടപ്പെട്ടു? അപ്പൊ ആരാണ് വരയിട്ടത്? അതുപോലെ തന്നെ കോട്ടക്കൽ ഒരു വരയുണ്ട്, താനൂരിൽ ഒരു വരയുണ്ട്, തിരൂരിൽ വരയുണ്ട്, കണ്ണൂർ സിറ്റി ഒഴിച്ച് മറ്റു പല ഭാഗങ്ങളിലും ഇത്തരം വരകളുണ്ട്. ഈ വരയും വടംകെട്ടലും നിർവഹിച്ചത് ആരാണ്? ആരാണ് ഇവിടെ കക്ഷിയാകുന്നത്? ആരാണ് നമ്മളെന്നും നമ്മളല്ലാത്തവരെന്നും വേർതിരിക്കുന്നത്? ഇത് വേറെന്തെങ്കിലും പ്രവർത്തനത്തിലല്ലോ, ദർസെടുക്കാൻ, ക്ലാസ് എടുക്കാൻ, ക്യാമ്പുകളിൽ പ്രസംഗിക്കാൻ വര വരച്ചത് ആരാണ്? അപ്പൊ ചിലപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ടാവും, വേറൊരു സ്ഥലത്ത് വേറെ ആരെയും പങ്കെടുപ്പിക്കുന്നില്ലല്ലോ എന്ന്. അത് ആ ആളുകൾ ആണ് തിരുത്തേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് മതിയായ വരകൾ അവസാനിച്ചിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് വര വരച്ചവരെ മാറ്റി നിർത്താൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നിലക്ക് കണക്ക് കൂട്ടിയാൽ മതി. 15ാമത്തെ കാര്യം, വിസ്ഡം അടക്കമുള്ള സലഫികളുടെ ഉറക്കം കെടുത്തി സംസാരിച്ച് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതിലല്ല നമ്മൾ സലഫിയാകുന്നത്. മറിച്ച് ആർക്ക് ഉറക്കം കെടുത്താനാണ്? ഖുറാഫികൾക്ക് ഉറക്കം കെടുത്തുകയാണ് വേണ്ടത് എന്ന്. അപ്പൊ ഇതിലൊക്കെ ചില ദുസ്സൂചനകളുണ്ട്. ആരോ ചിലർ, അതായത് ഞാൻ, എന്തു ചെയ്യുന്നു? വിസ്ഡംകാരുടെ ഉറക്കം കെടുത്തുന്നു, അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് വിസ്ഡംകാർ സലഫികൾ എന്ന് പറഞ്ഞ ശേഷം വിസ്ഡംകാർ അടക്കമുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. ഇതിനുള്ള മറുപടി, വിസ്ഡംകാരെ സലഫികളായി മുഹ്സിൻ അംഗീകരിച്ചിട്ടുണ്ടോ? എങ്കിൽ സാജിദിന് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? ഞാൻ നേർക്കുനേരെ കേട്ടതുകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ മധ്യസ്ഥ ചർച്ചയിൽ നമ്മുടെ വിമർശന നിലപാടുകൾ എന്തായിരിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ
സാജിദ് പറഞ്ഞു, മഞ്ചേരി ടീം എന്ന് പറയുന്നത് അവിടെയുള്ള ആ സജീറുൽ ഹിന്ദി എന്നറിയപ്പെടുന്ന ആളുടെ കേന്ദ്രവും അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഉദ്ദേശിച്ചു, അവർ സലഫികളാണ്. അതുപോലെ തന്നെ സുബൈർ മങ്കടയുടെ ആളുകൾ സലഫികളാണ് എന്ന് പറഞ്ഞതിന് ശേഷം സാജിദ് എണ്ണിയത് വിസ്തങ്കാരെയാണ്. പക്ഷെ വിസ്തങ്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ വിസ്തങ്കാർ അവർ സലഫികളാണ് എന്ന് പറഞ്ഞില്ല. വിസ്തങ്കാരുടെ കൂട്ടത്തിൽ സലഫിയത്ത് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അപ്പൊ അതിനർത്ഥം എന്തിനാ അങ്ങനെ വേർതിരിച്ച് പറഞ്ഞത്? മറ്റവരൊക്കെ സലഫികളാണ്, സലഫിയത്തുള്ളവരാണ്. ഇവരിൽ ചിലർക്ക് സലഫിയത്തിനോട് ഇഷ്ടമുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ള ആളുകളൊന്നും അവർ യഥാർത്ഥ സലഫികളല്ല, അവരുടെ കൂട്ടത്തിൽ ചില സാധുക്കൾ അങ്ങനെ പെട്ടുപോയതാണ്. ഈ അഭിപ്രായമാണോ മുഹ്സിനുള്ളത്? അല്ല. മുഹ്സിൻ വിസ്തങ്കാരെ മൊത്തത്തിൽ സലഫികളായി എണ്ണി. സാജിദ് അവരിൽ ചിലരുണ്ട് എന്ന് പറഞ്ഞു. ഇതിലേതാണ് ശരി എന്ന് വ്യക്തമാക്കിയതിന് ശേഷം എന്റെ തീവ്രതയെ വിമർശിക്കുന്നതല്ലേ നല്ലത്? ഇനി പോകട്ടെ, ഞാൻ വിസ്തങ്കാരെ ഏതെങ്കിലും വ്യക്തിപരമായ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ആ നിലക്ക് അവരെ ആക്ഷേപിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. ഇനി വിസ്തങ്കാരുടെ പരാതി പോലും സലാഹിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവരാരോപിച്ചിട്ടുള്ള കാര്യം എന്താ? 3 പേരുള്ളിടത്ത് സ്വന്തമായി ജുമാ തുടങ്ങണം, അങ്ങനെ തമയ്യുസ് കാണിക്കണം, ഒരു നിലക്കും അടുക്കാൻ പറ്റാത്തവരാണ് എന്ന് സലാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ വിമർശിക്കാറുണ്ട്. ആ സ്ഥാനത്താണ് ഞാൻ വിസ്തങ്കാരെ രൂക്ഷമായി വിമർശിച്ചു, അങ്ങനെ വിമർശിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 16ാമത്തെ കാര്യം, എത്ര മോശമായി എതിർപക്ഷത്തുള്ളവർ സംസാരിച്ചാലും അതിന് മറുപടി പറഞ്ഞ് സമയം കളയരുത് എന്നതാണ്. ഞാൻ നേരത്തെ കാര്യം പറഞ്ഞിരുന്നു, ഒരു കാര്യം പിന്നെ പറയാൻ. അത് ഇതാണ്. എന്താ അവിടെ പറഞ്ഞത്? എതിർപക്ഷത്തുള്ളവർ. കണ്ടോ, 2 കക്ഷിയാക്കി, 2 പക്ഷമാക്കി മുഹ്സിൻ വേർതിരിച്ചു. നമ്മളിൽപ്പെട്ട ആളുകൾ എന്ന് പറയണ കുഴപ്പമില്ല, എതിർപക്ഷം. അപ്പൊ ആരാ എതിരാളികൾ? ഞാനും എന്റെ കൂടെയുള്ളവരെന്ന് ആക്ഷേപിക്കപ്പെടുന്നവരും. അപ്പൊ അത് എതിർപക്ഷമാണ്. അപ്പൊ മുഹ്സിൻ, നിയാഫ്, അങ്ങനെ ഒരു പക്ഷം, അതിന്റെ എതിർപക്ഷം. വളരെ കൃത്യമാണല്ലോ വാക്ക്. എതിർപക്ഷത്തുള്ളവർ എത്ര മോശമായി സംസാരിച്ചാലും. അപ്പൊ 2 പക്ഷമാക്കി തിരിച്ചു. ഒരു വിഭാഗത്തെ എതിരാളികളായി ചിത്രീകരിച്ചു. പിന്നെ ഇവർ എന്ന് നേരത്തെ പറഞ്ഞു. ഇതെന്തൊരു രീതിയാണ്? ഇതാണോ സൗമ്യമായ ശാന്തമായ സംസാരം, പെരുമാറ്റം, അതബോടുകൂടിയുള്ള നസീഹത്ത് എന്നൊക്കെ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഈ നടക്കുന്ന തർക്കം തുടരരുത് എന്നാണ് മുഹ്സിൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളോട് സൗമ്യമായി ഉപദേശിച്ചിട്ടുള്ളത്. ഇതിന് പറയാനുള്ള മറുപടി, മുഹ്സിനെ അനുകൂലിക്കുന്ന ആളുകളും ഫാൻസുകാരും ഈ അഭിപ്രായം സ്വീകരിച്ച് ഉപദേശം സ്വീകരിച്ചിട്ടുണ്ടോ അതോ തള്ളിയോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നിരന്തരം മുഹ്സിൻ എനിക്കയച്ച കത്ത് പലർക്കുമായി ഫോർവേഡ് ചെയ്ത് വായിക്കാൻ ഉപദേശിക്കുന്ന ആളുകൾ മുഹ്സിന്റെ ഉപദേശം കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അവരെ ഉപദേശിച്ചിട്ടില്ലേ? നിരന്തരം ഫോണിൽ വിളിക്കുന്നത് ആരാണ്? അതുപോലെ തന്നെ സ്വലാഹിക്കൊപ്പം എന്ന അടിക്കുറിപ്പോടെ ക്യാമ്പയിൻ നടത്തുന്നത് ആരാണ്? പണ്ട് CP സലീമിന്റെയും വളണ്ടിയർ കോറിന്റെയും ശിഷ്യത്വം കിട്ടിയ ആളുകൾ ഓരോ പ്രദേശത്തുമുള്ള പ്രവർത്തകരെയും അതുപോലെ തന്നെ പള്ളിയും മർക്കസുകളും നടത്തുന്ന സ്ഥാപനത്തിന്റെ ആളുകളെയും വിളിച്ച് നിങ്ങൾ ഇങ്ങോട്ടാകണം അങ്ങോട്ടാകരുത് എന്ന് പറഞ്ഞ് ദീർഘമായി സംസാരിക്കുന്നത് ആരാണ് ഈ തർക്കത്തിൽ ഏർപ്പെടുന്നത്? ഈ അടുത്ത ദിവസം പാലക്കാടുള്ള ഒരു സഹോദരനെ ഇങ്ങിപ്പുറത്തുള്ള ഒരു സഹോദരൻ വിളിച്ചു 1.5 മണിക്കൂർ നിഷ്പക്ഷനാണ് എന്ന നിലക്ക് സംസാരിക്കുകയുണ്ടായി. സംസാരം മുഴുവൻ കുറ്റപത്രങ്ങളായിരുന്നു. അപ്പോ ആരാണ് മുഹ്സിനെ, ആരോടാണ് ഇത് ഈ തർക്കം തുടരരുതെന്ന് പറയുന്നത്? അവരെ ഇനിയും ഉപദേശിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇനി പോകട്ടെ, മുഹ്സിൻ അയച്ചിട്ടുള്ള ഈ വോയിസ് തലബത്തുൽ ഇൽമ് എന്ന ഗ്രൂപ്പിലുള്ള ദായിമാരോടാണ് എന്നാണല്ലോ അതിൽ പറയുന്നത്. എങ്കിൽ ഈ സംസാരം എങ്ങനെ പുറത്തെത്തി? തലബത്തുൽ ഇൽമ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതിൽ ചാരന്മാരുണ്ട്. ഇതിൽ പറയുന്ന പല സംസാരങ്ങളും ദായിമാർക്കിടയിൽ മാത്രമുള്ള വിഷയങ്ങൾ ഒന്നൊന്നായി 1.5 കൊല്ലം മുമ്പേ അത് പുറത്താകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മുഹ്സിൻ നടത്തിയിട്ടുള്ള തലബത്തുൽ ഇൽമിലെ ആളുകളോട് നടത്തിയ ഉപദേശം എങ്ങനെ പുറത്തുള്ള ആളുകൾക്ക് കിട്ടി? അത് പലരുടെയും കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പൊ ആരാണത് പ്രചരിപ്പിക്കുന്നത്? ആരാണ് ഈ തർക്കത്തിന്റെ പിന്നാലെ പോകുന്നത്? ഇനി മാത്രമല്ല, വേറെ ഒരു കാര്യം അതിനോടനുബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്, ഈ ഉപദേശം നടത്താൻ മുഹ്സിന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച 4 മിനിറ്റും ഏതാനും സെക്കൻഡുമുള്ള സലാഹിയുടെ ഒരു സംസാരം ക്ലിപ്പായി പുറത്തു വരികയുണ്ടായി. എനിക്കും ഒരു സഹോദരൻ അത് അയച്ചു തന്നു. ചില ആളുകൾ അതിന്റെ തന്നെ ഒരു ഭാഗം മാത്രം ചെവിയിൽ വെച്ച് കേൾപ്പിച്ചവരുണ്ട്. ഇത് ആരാണെന്ന് മനസ്സിലായിരുന്നില്ല. ആരാണ് ഈ ക്ലിപ്പ് പുറത്തുവിട്ടത്, ആരോട് പറഞ്ഞ വാക്കാണ്? പക്ഷേ
സുൽഹ് ചർച്ചയിൽ മൊഹ്സിൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ആ ക്ലിപ്പ് പുറത്തുവിട്ടത് എന്ന്. അപ്പൊ അതിന്റെ ആളെ കിട്ടി. ഇങ്ങനെ ഒരു ക്ലിപ്പ്, ഒരാളുടെ ഒരു സംസാരം അയാളുടെ അനുവാദമില്ലാതെ, അതും മരിച്ചുപോയ സക്കരിയ സലാഹിയുടെ വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള ഒരു സംസാരം പുറത്തുവിടുന്നതിന്റെ സലഫിയത്ത് എന്താണ്, അതിലെ അഖീദ എന്താണ്, അതിലെ മൻഹജ് എന്താണ് എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ആ സംസാരത്തിൽ ഇത് സലാഹിയെ സംബന്ധിച്ച് കേൾക്കുന്ന ആളുകൾക്ക് നല്ല ചിന്ത ഉണ്ടാക്കാനാണോ ഉപകാരപ്പെടുക, അതല്ല മോശമായ ചിന്ത ഉണ്ടാക്കാനാണോ പ്രേരകമാവുക എന്നതുകൂടി പരിശോധിക്കേണ്ടതല്ലേ? ആ 4 മിനിറ്റ് ഏതാനും സെക്കൻഡുള്ള സലാഹിയുടെ സംസാരത്തിൽ ഒരു വ്യക്തിയോട് നടത്തിയിട്ടുള്ള ഒരു സംസാരമാണ്. അതിൽ സലാഹി പറയുന്ന വാക്ക് ഇതാണ്: ഇത് നിന്നോട് മാത്രം ഞാൻ പറയാണ്. അങ്ങനെ തന്നെ സലാഹിന്റെ വാക്ക്, ഇത് നിന്നോട് മാത്രം ഞാൻ പറയാണ്, പൊതുജനങ്ങളോട് അങ്ങനെ പറയാൻ വയ്യ. അപ്പൊ ഇത് ഈ ആരോട് സംസാരിച്ചുവോ അയാളോട് മാത്രം സലാഹി സ്വകാര്യമായി പറഞ്ഞ, ഞാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പുറത്തുള്ള ആളുകളോട് പറയാൻ വയ്യ എന്നും പറയുന്നു. ഇതൊരു അമാനത്താണോ? ഇതൊരു സ്വകാര്യമാണോ? സംസാരത്തിൽ സൂക്ഷിക്കേണ്ട മര്യാദയാണോ? സൂക്ഷിക്കപ്പെടേണ്ട സംസാരമാണോ? ഇങ്ങനെയുള്ള ഒരു സംസാരം, മരിച്ചുപോയ സലാഹി റഹിമഹുല്ലയുടെ സംസാരം പുറത്ത് പ്രചരിപ്പിച്ച്, അതും ദാഇയായ എന്നെ നസീഹത്ത് നടത്താൻ കത്തെഴുതിയ 18 പേജ് PDF അയച്ച മൊഹ്സിൻ ഈ ഒരു പണി ചെയ്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടമാണ് തോന്നിയത്. ഒരു സാധാരണക്കാരൻ ഇത് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. എന്നാൽ ഇങ്ങനെ ഒരു ഫിത്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ മൊഹ്സിൻ, നിങ്ങൾ ഈ തർക്കം തുടരരുത് എന്ന് അനുയായികളോട് ഉപദേശിച്ചാൽ അവർ അതെങ്ങനെ സ്വീകരിക്കും മൊഹ്സിനെ? ഇതാണ് നിന്നോട് ചോദിക്കാനുള്ളത്. 17ാമത്തെ കാര്യം, സലാഹിയുമായി പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മൊഹ്സിൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഞാനുമായി മാത്രമല്ല, മുമ്പേ സലാഹിയുമായും ഇടച്ചിലുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നതല്ല, മൊഹ്സിൻ തന്നെ പറയുന്നതാണ്. മുന്നൊരിക്കൽ സലാഹിയുമായി, പിന്നെ മൊഹ്സിൻ ഉപയോഗിച്ച വാക്ക് രൂക്ഷമായ കടുത്ത ഭിന്നത എന്നാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല, സലാഹിയുമായി അങ്ങനെയുള്ള ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി സലാഹിയുമായി വേദി പങ്കിടാൻ പോലും മൊഹ്സിൻ തയ്യാറാകാതിരുന്ന സാഹചര്യങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്നവർക്കൊക്കെ അതറിയാം. സലാഹി തന്നെ മൊഹ്സിനോട് സംസാരിച്ച കാര്യവും, നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് ആളുകൾ പറയുന്നു, നമുക്കൊന്ന് കൂടി നിന്ന് സംസാരിക്കണം എന്ന് സലാഹി പറഞ്ഞതും മൊഹ്സിൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നല്ല പലതവണ ഇങ്ങനെ ഭിന്നതകളും രൂക്ഷമായ കടുത്ത ഭിന്നത സലാഹിയുമായി ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഒരു കല്യാണ സ്ഥലത്ത് പങ്കെടുത്ത ഒരാൾക്കുണ്ടായ അനുഭവം മൊഹ്സിൻ പറയുന്നത്. നേരത്തെ സംഘടനയിൽ പ്രവർത്തിക്കുകയും ദീർഘകാലം പ്രവർത്തിക്കുകയും എന്നിട്ട് സലഫിയത്തിലേക്ക് വരികയും അങ്ങനെ ക്ലാസുകൾ കേൾക്കാൻ സമയം കിട്ടാതെ ക്ലാസ് കേൾക്കാൻ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരന്റെ മുഖത്തുണ്ടായ സന്തോഷം കണ്ട ഒരു സഹോദരൻ മൊഹ്സിനോട് പറഞ്ഞ വാക്കുകൾ, മൊഹ്സിൻ പറഞ്ഞത് തന്നെ ഞാൻ ഇവിടെ ഉദ്ധരിക്കട്ടെ. മൊഹ്സിനെ, നീ കാരണം അയാളുടെ മുഖത്തുള്ള ചിരി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് മറുപടി പറയും എന്ന് ഏതോ ഒരു സഹോദരൻ മൊഹ്സിനെ ഉപദേശിക്കുകയുണ്ടായി. ഇത് പറയാനുള്ള കാരണവും മൊഹ്സിൻ തന്നെ മുകളിൽ പറഞ്ഞു, സലാഹിയുമായി ഉണ്ടായിരുന്ന കടുത്ത ഭിന്നതയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയ സഹോദരനാണ് ഇതുപോലുള്ള സാധുക്കളുടെ ദുഃഖമോർത്ത് മൊഹ്സിനെ ഉണർത്തിയത്. എന്നിട്ട് മൊഹ്സിൻ പറയുന്നു, ഉടനെ ഞാൻ സലാഹിയെ വിളിച്ചു, എന്നിലുണ്ടായ പക്വതക്കുറവ് കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങൾ പൊറുക്കണം, മാപ്പാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. സലാഹി എനിക്ക് വിട്ടുതന്നു. ഇവിടെ ഈ ഒരു കാര്യം തന്നെയാണ് മൊഹ്സിനോടും എനിക്ക് പറയാനുള്ളത്. പക്വതക്കുറവ് കൊണ്ട് സംസാരിക്കരുത്, പക്വത കാണിക്കണം. എന്നെ ആക്ഷേപിച്ച എടുത്തുചാട്ടം മൊഹ്സിനെ അത് നിന്നിലുമുണ്ടോ എന്ന് മൊഹ്സിൻ ഒന്ന് പരിശോധിക്കണം. മൊഹ്സിൻ തന്നെ പറഞ്ഞ വാക്ക് ഞാൻ മൊഹ്സിനോട് തിരിച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് മൊഹ്സിന്റെ അവസാന അത്തരമുള്ള ഒരു വാചകം? ഈ ദഅവത്തിനാൽ നന്നായ ആളുകൾ നമ്മളാൽ വേദനിക്കുന്ന അവസ്ഥയുണ്ടായാൽ നാം കുറ്റക്കാരാകും. മൊഹ്സിനെ, അത് നമ്മൾ ഓർക്കുക. നിന്നോട് നിന്റെ വാക്ക് തന്നെ ഞാൻ ഉപദേശിക്കുന്നു. ഇവിടെ സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിൽ തുടർന്നു വന്ന ദഅവാ പ്രവർത്തനങ്ങൾ കൊണ്ട് കടുത്ത സംഘടനാ പക്ഷപാതിത്വങ്ങൾ വിട്ട് സലഫിയത്തിലേക്ക് വന്ന ഒരുപാട് സാധുക്കളായ മനുഷ്യന്മാരുണ്ട്. അവർ ഹക്ക് മനസ്സിലാക്കി വന്നവരാണ്. അവർ നമ്മളാൽ വിഷമിക്കുന്ന അവസ്ഥയുണ്ടായാൽ കുറ്റക്കാരാകും എന്ന ബോധം എന്നോട് മാത്രമല്ല, അല്ലെങ്കിൽ ആളുകളോട് ഉപദേശിക്കാനുള്ളതല്ല, അത് മൊഹ്സിനും മനസ്സിലാക്കി.